വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗുയ്സ്. അപ്പോൾ ഗുയ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് പൈസ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അങ്ങനെ പറയാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഇത് കണ്ടത് എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ EMI അടച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് പുതിയ വണ്ടി എടുക്കണമെന്നുണ്ട് ഗൈസ്. ബട്ട് എന്താ വണ്ടി എടുക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ നേരെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവനെന്തോ വിരുന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിരുന്നിനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടൻ്റെ വീട്. സോ നമുക്കിവിടെ കയറാം. അയ്യോ അവൻ ഇത് കണ്ടായിരുന്നു. അതിനൊക്കെ വല്ലില്ല ഗൈസ്. നമ്മുടെ മുടിയൊക്കെ നടന്നു വെട്ടണം. അത് പിന്നെ വെട്ടാം. വെട്ടണമെന്നൊക്കെ ഉണ്ട്, എന്നാലും വെട്ടണ്ട ഗൈസ്. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. ഇപ്പോൾ ഇവനെന്തോ എന്തോ കാര്യം പറയാൻ വിളിച്ചാണ്. അവനെവിടെയെന്ന് അറിഞ്ഞൂടാ. അവൻ വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ കൂട്ടുകാരെന്തേ വന്നിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് അശ്വജിത്ത്. അപ്പോൾ ഗൈസ് അശ്വജിത്ത് നമ്മളോട് പറയണത് എന്താണെന്ന് വെച്ചാൽ അവന് ഒരു കാറുണ്ട്. ആ കാറ് എന്തോ എവിടെയോ പൊട്ടി എന്തോ കിടക്കുകയാണ്. ആ കാറ് ഇപ്പോൾ പോയി ഞാൻ എടുത്തുണ്ടെന്ന് എനിക്ക് $6000 പറഞ്ഞത്. പിന്നെ ഒരു ജോബ് വന്നിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ ഒരാളുടെ വീട്ടിൽ പോയിട്ട് കവാസ്കി നിഞ്ച H2R മോഷ്ടിച്ചിട്ടുണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? അപ്സെറ്റ് ചെയ്യൂലേ? ഞാൻ അപ്സെറ്റ് ചെയ്യാൻ പോകും ഗൈസ്. സോ നമുക്ക് നേരെ അപ്സെറ്റ് ചെയ്യാം. ഞാൻ അപ്സെറ്റ് ചെയ്യാം. ശരി അപ്സെറ്റ് ചെയ്തോ. അപ്പോൾ ഗൈസ് അവൻ പറഞ്ഞ് അപ്സെറ്റ് ചെയ്തോളെ. അവൻ പറഞ്ഞ് വണ്ടി എടുത്ത് ഇപ്പം പൊക്കോ പിന്നെ കാണാൻ പറഞ്ഞ് ഞാൻ ഇവൻ്റെ എൻ്റെ പുറകെ വന്നുണ്ട്. സോ നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോവാം. അതാണ് ഇവൻ വിളിച്ചത്. എനിക്കറിയാമായിരുന്നു ഇവൻ ഇങ്ങനത്തെ പണിക്കായിരിക്കും വിളിച്ചതെന്ന്. അതെന്തിലാവട്ടെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവൻ തന്ന പണിയുടെ സ്ഥലത്തിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളത് ആ കാറിൽ കിടക്കുന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ആ കാണാണ് ആ കാർ കിടക്കുന്ന സ്ഥലം. ഞാൻ കുറേ നോക്കിയിട്ട് അവൻ്റെ വീടിന് തൊട്ടടുത്തായിട്ടാണ്. ഇത് കാറ് കണ്ട പുക വന്ന്. എനിക്ക് തോന്നുന്നു ഇത് അവൻ്റെ കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന്. ഇത് അവൻ്റെ കൊടുത്താൽ ചിലപ്പോൾ അവൻ തന്നെ റെഡി ആക്കിക്കോളും. നമ്മ ഇതിൻ്റെ കാര്യം ഒന്നും കേൾക്കണ്ട. ഇനി നേരെ ഞാൻ അവൻ്റെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് കാണാം ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്, പ്ലീസ് ഗൈസ്. എന്താണ് ഗൈസ്, ഞാൻ ഒരു ലൈക്ക് ഒരു K ലൈക്ക്, നിങ്ങളുടെ ഒരു ലൈക്ക് മതി, ഒരു K ലൈക്ക് മതി എൻ്റെ ഒരു 1000 വിഷമങ്ങൾ മാറ്റാൻ. പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ ഈ വണ്ടി ഇനി ഇവിടെ നിർത്തി അവനെവിടെയും പോട്ടെ. അപ്പോൾ ഗൈസ് എന്താ പറയുക, അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ രാത്രിയായിട്ട് കാണാട്ടാ. എനിക്കിങ്ങനെ വയ്യ അതിന് അടുത്ത ജോബിന് പോകാൻ. തലവേദന എടുക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ജോബിന് രാത്രിയായിട്ട് പോവാം. നമുക്ക് അതുവരെ ഇവിടെ നിൽക്കാം. ഓക്കെ, രാത്രിയായിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു സ്ഥലത്ത് ഈ ഒരു ബിൽഡിങ്ങിൽ ഒരാൾ താമസിക്കുന്നുണ്ട്. അയാളുടെ വണ്ടിയാണ് ഈ ഒരു വണ്ടി. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ, ഇവരൊക്കെ ഇത്രയും തൊട്ടടുത്തുണ്ടെന്ന വണ്ടി ഇടുന്നത് നല്ലതാ. ഒരു കാഞ്ചിയ വണ്ടി എടുത്തിട്ട് പോവാം. ആരും അറിഞ്ഞില്ല. നോക്കാം, പയ്യെടുക്കുക. ഒച്ച ഈ നിഞ്ചക്കൊക്കെ നല്ല ഒച്ചയാണ്. അയ്യോ ഇത് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോണ പ്രൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. ആ ക്യാഷ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർ മേടിക്കാം, ബ്രാൻഡ് ന്യൂ കാർ. മോനെ പൊളിക്കും അല്ലേ. നമുക്ക് ആ ഒരു കാർ മേടിക്കാം. ലെംബോർഗിനി അവിടെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവൻ എന്തൊക്കെ ഇറങ്ങാൻ പോയിക്കണം. ഇവന് കറക്കം മാത്രമേ ഉള്ളൂ. അശ്വജിത്തിനെ കറക്കം മാത്രമേ ഉള്ളൂ. പോയ സംഭവം റിവേഴ്സ് എടുക്കാം, നേരെ റിവേഴ്സ് എടുക്കാം, ഇവിടെ പാർക്ക് ചെയ്യാം. അവൻ വരുമ്പോൾ ഞെട്ടട്ടെ, ഞാൻ എല്ലാ വണ്ടിയും കൊണ്ട് നിർത്തിയെന്ന്. ഈ ജോബും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ പിറ്റേ ദിവസം അവൻ വരുള്ളൂ. നമുക്ക് അവിടെ നിന്ന് വല്ല യൂബർ വിളിച്ചിട്ട് പോവാം. പിറ്റേ ദിവസം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മളത് ഇവിടെ എത്തി കണ്ട. ഇപ്പോൾ അവൻ വണ്ടി ഇവിടെ ഉണ്ട്. അവൻ്റെ എനിക്ക് ക്യാഷ് മേടിക്കണം. അവൻ എവിടെയെന്നാവോ, ഞാൻ ക്യാഷ് മേടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാഷ് മേടിച്ചു. മോനെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ ഞാൻ മേടിക്കാൻ വെച്ച വണ്ടി മാത്രമേ ഉള്ളൂ, വേറൊരാൾ മേടിക്കാൻ വെച്ച വണ്ടിയില്ല.
നമുക്ക് നേരെ ആ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛനും അമ്മേനെയും കാണിക്കാം. ഓക്കെ, അപ്പോൾ അവരെ ഹാപ്പിയാവും, പിന്നെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, വണ്ടിയുടെ ഷോറൂം എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മളത് നമ്മുടെ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇതപ്പോഴത്തേ കാർ ഷോറൂമിലത്തേക്ക് നമ്മുടെ റോൾസ് റോയ്സ് നമുക്ക് എൻ്റെ മോനെ ഏതാ റോൾസ് റോയ്സ് ഒക്കെ ഉണ്ടാക്കണം കണ്ടപ്പോൾ. ഓക്കെ, നമ്മൾ ഈ റോൾസ് റോയ്സ് എടുക്കണേ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം കേട്ടോ. സെറ്റ് വണ്ടിയല്ലോ, നമുക്ക് സെറ്റാണ് റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ സെറ്റ് റോൾസ് റോയ്സാണ്. എടുത്ത് നമുക്ക് വേറെ വീടിൽ നോക്കാം. വീടിൻ്റെയൊക്കെ ഷോറൂമൊക്കെ നമ്മുടെ ഈ അടുത്താണ്. അടുത്തെന്ന് വെച്ചാൽ ഇത്ര തൊട്ട് ഗ്യാപ്പ് ഉണ്ട്, ഇനി തൊട്ട് ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ റോൾസ് റോയ്സ് ഞാൻ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിലൊക്കെ എത്തി. അച്ഛനും അമ്മയും അവർ ബാങ്ക് വരെയും പോയിക്കണം. അവരെന്തോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതവരൊക്കെ ബാങ്കിൽ പോയിക്കാണ്. നമ്മുടെ റോൾസ് റോയ്സ് ദൈവനുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെയൊക്കെ പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. 1000 ലൈക്ക് ആണ് എൻ്റെ ഞാൻ പറയുന്നത്. 1000 വിഷമം കിടന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട. എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. ഞാൻ ഗീവ് അവേ ചെയ്യും എന്ന് വെച്ചാൽ എനിക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ആയത്. വെറും 5000 5K സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ ഗീവ് അവേ കൊടുക്കണതാണ്. എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അതിപ്പോൾ റിവീൽ ചെയ്യില്ല. അതൊരു 4K ആകുമ്പോഴത്തേനും റിവീൽ ചെയ്യും ആ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം. അത് 4K ഒന്നാക്കും പ്ലീസ്. നിങ്ങൾക്ക് പറ്റും, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ആൾക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഔട്ട്രോ പറയാനുള്ള സമയം കഴിഞ്ഞ്. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.